ഇല്ല. ഒരു എന്തെങ്കിലും ഒരു കൊടി നാട്ടിക്കഴിഞ്ഞാലും അവിടെ ജയിച്ചു പോകും. ചിലവുകൾ വന്നത് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട കാശല്ലേ ഇങ്ങനെ ചിലവ്. പൊതുജന മന്ദരല്ല സണ്ണി അംഗത്തിന് തുടക്കം കുറിക്കുന്ന പ്രിയങ്ക ഗാന്ധി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച അതേ പിന്തുണ പ്രിയങ്ക ഗാന്ധിക്കും ലഭിക്കുമോ? എന്താണ് പൊതുജനങ്ങളുടെ അഭിപ്രായമെന്ന് നമുക്ക് ചോദിച്ചറിയാം. കാഴ്ചവെച്ചാൽ അവർക്ക് നല്ല അഭിപ്രായങ്ങളും നല്ല പിന്തുണ ഉണ്ടാവും. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ പിന്തുണ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുമെന്നുള്ള ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം രാഹുൽ ഗാന്ധി അതിനും വേണ്ട നല്ല കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ രാഹുൽ ഗാന്ധി അവിടെ ജയിച്ചത്, പിന്തുണ കിട്ടിയത്. ഇപ്പൊ സോണിയാഗാന്ധി ഇപ്പോൾ വന്നു അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ കുടുംബ പശ്ചാത്തലത്തിന്റെ ഇതിൽ ചിലപ്പോൾ മാറ്റങ്ങൾ സൃഷ്ടിക്കാമായിരിക്കാം. മറ്റൊരു ഇന്ദിരാഗാന്ധിയായി മാറുമായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടാണ് പറഞ്ഞ മാറ്റങ്ങൾ സൃഷ്ടിക്കാന്ന് പറയുമ്പോഴത്തേക്കും അംഗമാണ്. അപ്പോഴത്തേക്കും ആ ഒരു കുടുംബത്തിന്റെ മഹിമയൊക്കെ ആൾക്കാർ അത് നോക്കിയിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് ഒരു അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പണ്ട് കാലങ്ങളിൽ ഗാന്ധി കുടുംബമായിരുന്നു കേരളം ഭരിച്ചിരുന്നത്. ഇപ്പം അതിൽ നിന്നൊക്കെ വ്യത്യാസമായി. രാഷ്ട്രീയപരമായിട്ട് തന്നെ ജനങ്ങൾ കാണാൻ തുടങ്ങി. കാരണം വ്യക്തിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും കാണാൻ തുടങ്ങിയതിൻ്റെ ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലേ. അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ജനങ്ങളെ ഏറ്റെടുക്കില്ല അല്ലേ? ഇല്ല. അതിന് സാധ്യത ഒരു വ്യക്തിയുടെ ഇതിലാണ് ഇപ്പൊ രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് കുടുംബ മഹിമ ഇല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളായിട്ട് അതിനെ കൂട്ടി യോജിക്കാനായിട്ട് താല്പര്യമില്ല. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം ഈ രണ്ട് ചിലവുകൾ വന്നത് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട കാശല്ല ഇങ്ങനെ ചിലവ്. ഒരാൾ സ്ഥാനാർത്ഥി നിന്ന് ജയിച്ചു കഴിഞ്ഞു ഉടനെ രാജിവെച്ചിട്ട് അടുത്ത സ്ഥാനാർത്ഥി അവിടെ ജയിപ്പിച്ചെടുക്കാൻ എന്താണെങ്കിലും നമ്മുടെ പൈസയാണ് ഈ ചിലവായി പോകുന്നത്. എനിക്ക് എത്ര പറയാം. കിട്ടും. രാഹുൽ ഗാന്ധി ജയിച്ചിടത്തോളം കാലം പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടും. പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കും. അത്രയധികം ജനഭൂരിപക്ഷം കിട്ടും. പിന്നെ കരുത്തുറ്റ ഒരു വനിതാ പ്രതിനിധി ആകുമോ പ്രിയങ്ക ഗാന്ധി? ആകും. സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ വയനാട്ടിൽ കൊണ്ട് ഒരു എന്തെങ്കിലും ഒരു കൊടി നാട്ടിക്കഴിഞ്ഞാലും അവിടെ ജയിച്ചു പോകും. പാർട്ടി നോക്കൂല എന്നല്ല, UDF ആര് നിന്നാലും അവിടെ ജയിക്കും. ഒരു വ്യക്തിനെയല്ലേ അവിടുത്തെ ജനങ്ങൾ നോക്കുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് വിവരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നവിടെ? അതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നവിടെ. അവിടെ വീണ്ടും ആനിരാജ അവിടെ നിന്നു. ആനിരാജയ്ക്ക് വോട്ട് കിട്ടിയില്ല. രാഹുൽ ഗാന്ധിക്ക് എന്താ ഗുണമുള്ളത്? രാഷ്ട്രീയം അറിയാൻ പാടില്ല. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായ എന്തോ നേതാവ്. അപ്പൊ അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധി അതാ ഞാൻ പറയുന്നത്. അല്ല, അപ്പൊ അവർക്ക് അത്ര ഒരു കുടുംബ പശ്ചാത്തലം ഉണ്ട്. മറ്റൊരു ഇന്ദിരാഗാന്ധി ആയിട്ട് പ്രിയങ്ക ഗാന്ധി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാട്ടിൽ എത്രയോ നേതാക്കന്മാർ ഇവിടെ ഇല്ലേ? ഈ ഒരു കുടുംബത്തിന് പുറകെ മാത്രം നടക്കണോ? വേണോ? അപ്പൊ ആ ഒരു ഭൂരിപക്ഷം ഇപ്പൊ ആനിരാജ പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കില്ല എന്നൊക്കെ പറയുന്നത് അതെനിക്കറിയില്ല. ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ല. ഓക്കെ. അപ്പൊ അവിടുത്തെ വയനാട്ടിലെ ജനങ്ങൾക്ക് എന്റെ അഭിപ്രായം അതൊക്കെ തന്നെയാണ്. അത് തന്നെയാണ്. UDF ഏതൊരു സ്ഥാനാർത്ഥി വന്നാലും അവിടെ ശക്തമായ പിന്തുണയോടെ ജയിക്കും. സ്ഥാനാർത്ഥി നോക്കിയിട്ടൊന്നല്ലല്ലോ വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ ഒരുപാട് UDF നേതാക്കൾ എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന അവർക്കൊരു കരിയറായി എടുത്ത കുറേ പൊളിറ്റീഷ്യന്മാരുണ്ടാവും. അവരിവിടെ കുറേ കാലം വർക്ക് ചെയ്യുന്നത് അവർക്ക് നാളെ ഒരു കാൻഡിഡേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ നിൽക്കുന്നത്. ഇപ്പോൾ വയനാട്ടിൽ കുറേ 10-30 കൊല്ലമായിട്ട് വർക്ക് ചെയ്തൊരു പല കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ മുഴുവൻ ഒഴിവാക്കിയിട്ട് ഏതോ ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ആൾ രാഹുൽ ഗാന്ധി എന്നുള്ള പേര് ഫേമസ് ആണ്, ശരിയാണ്. ആ ഒരു ബാനർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇലക്ഷൻ നിൽക്കുന്നത് തന്നെ ആ ഒരു മെത്തഡോളജി തന്നെ തെറ്റാ ശരിക്കും. അപ്പോൾ ഒരു 20-25 കൊല്ലം വർക്ക് ചെയ്തൊരു പൊളിറ്റീഷ്യൻ എന്താ തോന്നണ്ടേ? പുള്ളി ഏതൊരു പ്രൊഫഷൻ ആകുമ്പോൾ ഒരു കരിയർ ഗ്രോത്ത് വിചാരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ അത്ര കൊല്ലം നിന്നിട്ടും പുതിയൊരാൾ വരുന്നു. അതിനൊന്നും ഒരു മീനിങ് ഇല്ല ഇതിലൊന്നും. രാഹുൽ ഗാന്ധി എന്നുള്ളത് പഴയ ഇന്ദിരാഗാന്ധി ആ ജനറേഷൻ്റെ ഒരു കഴിവ് ആ ഒരു പേരിൽ മത്സരിക്കുന്നു. ആളൊരു പക്ഷേ പാവമായിരിക്കും, പൊളിറ്റിക്സൊന്നും കൂടുതൽ അറിയില്ല. അതുകൊണ്ടായിരിക്കും എപ്പോഴും തോറ്റു പോകുന്നത്. അതും സത്യമാണ്. പിന്നെ ഇവിടെ റീ എലക്ഷൻ വരുവാന്ന് പറയുമ്പോൾ ഇത്ര കാലം ഈ ഫസ്റ്റ് ഇപ്പം നിന്നപ്പോൾ ജയിച്ച ആൾക്കാരൊക്കെ വിഡ്ഢിയാവല്ലേ ചെയ്ത്. അവർ ഈ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ നിന്ന് വേണ്ടാന്ന് വെച്ച് പോകാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇലക്ഷൻ നിൽക്കുന്നത്? ഈ 2 സ്ഥലത്ത് ഇലക്ഷൻ നിൽക്കുന്ന മെത്തേഡിനെ നിർത്തണം ശരിക്കും. കാരണം ഒന്നാമത് എക്സ്പെൻസ്. ഇപ്പോൾ റീ എലക്ഷൻ വരുവാന്ന എക്സ്പെൻസ് അല്ലേ, ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം തന്നെ അവർക്ക് തോന്നുന്നൊരു സ്ഥലത്ത് നിൽക്കുക. അതല്ലെങ്കിൽ അവിടെ തോക്കുവാണെങ്കിൽ തോക്കട്ടെ, ജയിക്കുവാണെങ്കിൽ ജയിക്കട്ടെ. ഈ സംശയമുള്ളത് കൊണ്ടാണ്, തോക്കുവോ ജയിക്കുമോ സംശയം കൊണ്ടാണല്ലോ 2 സ്ഥലങ്ങളിൽ നിൽക്കുന്നത്. അത് തന്നെ രാഹുൽ ഗാന്ധി അല്ലേ, ഇനി ആര് നിന്നാലോ അതെ, ഏത് പാർട്ടിയുടെ ആയാലും. അതാണ് എൻ്റെ ഒരു
അഭിപ്രായം. പേഴ്സണലി ഒപ്പീനിയൻ. അപ്പോൾ അവിടെ ആര് നിന്നാലും ജയിക്കുമെന്നുള്ള ഒരു അതെ കോൺഗ്രസിന്റെ ഏതൊരു വ്യക്തി ഇത് മണ്ഡലം എല്ലാ നാട്ടിലും മണ്ഡലം തന്നെ അവർ ബൈഫർഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തന്നെ ഒരു പാർട്ടിക്ക് അനുസരിച്ചാണ്. ചില ഏരിയയിൽ ഇപ്പോൾ ഒരു മണ്ഡലം പറഞ്ഞാൽ ആ മണ്ഡലത്തിന് കുറേ ദൂരെയാണ് ആ മണ്ഡലത്തിൻ്റെ അകത്തുള്ള സ്ഥലം. കാരണം അതൊരു പാർട്ടി കോൺഗ്രസ് പാർട്ടീൻ്റെ ഏതൊക്കെ ഏരിയ ഉണ്ട് അതൊക്കെ കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് ഒരു മണ്ഡലമാക്കും, ഒരു നിയോജക മണ്ഡലമാക്കും. അവർക്ക് എല്ലാവർക്കും ഇതറിയാം. ഇത് സാധാരണ വോട്ട് ചെയ്യുന്ന ആൾക്കാർ മണ്ടെന്നൊന്നും അറിയില്ല, വോട്ട് ചെയ്യുന്നവർക്കും അറിയാം രാഷ്ട്രീയം കളവാന്ന്, നിൽക്കുന്നവർക്കും അറിയാം. ഇതൊരു തരം ഗെയിം അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഗെയിം കളിക്കുന്നില്ലേ, അത്രയേ ഉള്ളൂ. ഇലക്ഷൻ നിൽക്കുന്ന ആൾക്കും അറിയാം വീഡിയോ ഗെയിം പോലെ തന്നെയാണെന്ന്, വോട്ട് ചെയ്യുന്ന എന്നെ പോലുള്ള ആൾക്കാർക്കും അറിയാം. ആരും മണ്ടനായിട്ടല്ല, സാഹചര്യം കൊണ്ട് ഇങ്ങനെ സമൂഹം അങ്ങനെയാണല്ലേ, ഒരു ഇലക്ഷന്റെ മെത്തേഡുകളൊക്കെ അങ്ങനെയുണ്ട്. ജനങ്ങളും അതിന്റെ ബോധേടല്ല കുറേ ആൾക്കാരൊന്നും. പുതിയ ജനറേഷൻ എനിക്ക് തോന്നുന്നു തീരെ ബോധേടല്ല. വയനാട്ടിൽ കന്നി അംഗം കുറിക്കാനിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ അതേ ഒരു ജനപിന്തുണ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമോ? തീർച്ചയായിട്ടും. എന്താണ് ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൊണ്ടാണോ ലഭിക്കുമെന്ന് പറയുന്നത്? രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്നതുകൊണ്ട്, അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയെ അതേ രീതിയിൽ അവിടുത്തെ നാട്ടുകാർ അംഗീകരിക്കുമെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ശരിക്കും ഇത്തരത്തിലൊരു റീ എലക്ഷന്റെ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു? ഒരാൾക്ക് രണ്ട് സ്ഥലത്ത് മത്സരിക്കുക എന്നുള്ളതൊരു വിരോധാഭാസമായിട്ട് തോന്നുന്നു. അവിടെ വേറെ അത് സീറ്റ് അല്ലായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ അങ്ങനെ ആ ഒരു മത്സരത്തിന്റെ ഇതാണ്. അപ്പം അടുത്ത ഒരു ഇന്ദിരാഗാന്ധിയായിട്ട് നമുക്ക് പ്രിയങ്ക ഗാന്ധിയെ കാണാൻ സാധിക്കുമോ? അങ്ങനെ ഒരു ആത്മവിശ്വാസം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നല്ലൊരു സ്ഥാനാർത്ഥിയായി മാറുമല്ലേ പ്രിയങ്ക ഗാന്ധി? വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പകരം ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ നിൽക്കുമല്ലേ, അപ്പം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ അതേ ജനപിന്തുണ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമോ? അത് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. കാരണം ഇപ്പോൾ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനുള്ളൊരു സംവിധാനമാണ് എല്ലാ ജനങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇതുണ്ടാവും, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് നല്ലൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലായിരിക്കില്ലേ അവിടെ ഒരു ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളത്? സ്ഥാനാർത്ഥി പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് പിന്നെ അവിടെ ഈ ജനങ്ങൾ എന്താ വെച്ചാൽ ഈ പ്രതിപക്ഷം ഒന്നിച്ച് ഇപ്പം നിൽക്കല്ലേ, അത് കാരണമാണ്. അതായത് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് മുന്നണി വന്നിട്ടുണ്ടല്ലോ, ആ മുന്നണിക്ക് അനുയോജ്യമായിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ നിൽക്കുന്നത്. അതിൻ്റെ പേരിലാണ്, അല്ലാതെ അത്രയധികം പിന്തുണ കിട്ടിയതും. അപ്പോൾ ഈ ഒരു പ്രിയങ്ക ഗാന്ധിയുടെ വരവോടെ കൂടിയും അത്രയധികം പിന്തുണ നമുക്ക് അവിടെ കിട്ടുമായിരിക്കും അല്ലേ? അത് കിട്ടേണ്ടതാണ്. ഇപ്പൊ അടുത്തൊരു ഇന്ദിരാഗാന്ധി ആയിട്ട് നമുക്ക് പ്രിയങ്ക ഗാന്ധിയെ കണക്ക് കൂട്ടാൻ പറ്റുമോ? അതിനെ അയക്കൂലല്ലോ, നരേന്ദ്രമോദി അതിന് സമ്മതിക്കൂല. അല്ലെങ്കിൽ നല്ലൊരു വനിതാ നേതാവായിട്ട് പ്രിയങ്ക കുഴപ്പമില്ല. ഇന്ദിരാഗാന്ധിന്റെ അവിടേക്കൊന്നും എത്തൂല. ഇന്ദിരാഗാന്ധി ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും ആ ഒരു രീതിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പാരമ്പര്യമായിട്ട് വരുമ്പോൾ ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. വയനാട്ടിൽ കന്നി അംഗം കുറിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് പകരം അടുത്തൊരു മത്സരാർത്ഥിയായി വരികയാണ് പ്രിയങ്ക ഗാന്ധി. ആ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത അതേ പിന്തുണ പ്രിയങ്ക ഗാന്ധിക്ക് സാധ്യതയുണ്ട്. എന്താണ് ഒരു സാധ്യതയിൽ ഒതുക്കിയത്? അത് അവർ തമ്മിലുള്ള റിലേഷന്റെ ഇതിൽ കിട്ടും. ആ ഒരു കുടുംബ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അതേ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ അതേ ഒരു സപ്പോർട്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് നൽകുക എന്നുള്ളതാണ്. ഓക്കെ. മാത്രമല്ല മറ്റൊരു ഇന്ദിരാഗാന്ധി ആയിട്ട് പ്രിയങ്ക ഗാന്ധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കുടുംബത്തിന്റെ ഇത് വെച്ച് അങ്ങനെ പ്രതീക്ഷിക്കാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് നല്ല രീതിയിൽ വിജയിച്ചിരുന്നു. ഇപ്പോൾ റായ്ബറേലിയിലേക്ക് പോയിട്ടുണ്ട്. ആ ഒരു സ്ഥാനത്ത് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വേണ്ടി വയനാട്ടിലെത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ അതേ പിന്തുണ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ INCയുടെ ഒരു മെയിൻ ഹെഡാന്നുള്ള നിലയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ പാർട്ടി ബേസിലുള്ള ഒരു വോട്ട് ചിലപ്പോൾ കിട്ടാം. അല്ലാതെ ഒരു രാഹുൽ ഗാന്ധിയെ പോലെ നല്ലൊരു അങ്ങനത്തെ ഒരു മനുഷ്യപ്പറ്റുള്ള ഒരാളാണെന്ന് തോന്നിയിട്ടില്ല ഇതുവരെ. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രവർത്തനങ്ങൾ മൂലം തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇത്ര വോട്ട് കിട്ടിയത്. ഇത്രയും ഒരു ഭാഷ പോലും അറിയാത്തൊരു സ്ഥലത്ത് നിന്നിട്ട് പോലും ഇതുപോലെ വോട്ട് കിട്ടിയ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ശ്രമ ഫലമായിട്ട് തന്നെയാണ്. പക്ഷേ ആ ഒരു പിന്തുണയോ വോട്ടും ഒന്നും പ്രിയങ്ക ഗാന്ധി കിട്ടുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ INCയുടെ ഒരു ബേസിസിൽ വോട്ട് കിട്ടാം. പക്ഷെ ഒരു ഇതുപോലത്തെ ഒരു ഇങ്ങനെ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടെ അത്രയും ഒരു മികച്ച രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ല. അങ്ങനെ നമ്മൾ അങ്ങനെ പ്രവർത്തിയിൽ കണ്ടിട്ടില്ലല്ലോ. INCയിൽ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മളങ്ങനെ മുൻനിര വന്നിട്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇല്ല. പക്ഷെ രാഹുൽ ഗാന്ധി നമ്മളെല്ലാവരും ഇന്ത്യക്കാർ മുഴുവൻ അറിഞ്ഞതാണ്. അപ്പം നമുക്ക് അറിയാൻ പറ്റില്ല, ചിലപ്പോൾ കിട്ടാതിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് അത്രമാത്രം ഒരു ആൾബലവും പിന്തുണയൊന്നും കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ മറ്റൊരു ഇന്ദിരാഗാന്ധി ആയിട്ട് നമുക്ക് പ്രിയങ്ക ഗാന്ധിയെ പ്രതീക്ഷിക്കാം? ഇന്ദിരാഗാന്ധി ആയിട്ട് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റും. ഇന്ദിരാഗാന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു ഉരുക്കു വനിതയാണല്ലോ.
നമ്മുടെ പാകിസ്ഥാൻകാർ പോലും ഒന്ന് പേടിച്ചിരുന്ന ഒരു ഉരുക്ക് വരുന്നത് തന്നെയാണ് അവർ. അതുപോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പോയിട്ട് നമുക്ക് ഇമാജിനേഷൻ ചെയ്യാൻ പോലും പറ്റില്ല. ഒരു ഫാമിലിയിൽ നിന്നുള്ളതെന്നുള്ളതല്ലാതെ ഇന്നലെയായിട്ടൊന്നും നമുക്കൊന്നും കമ്പാരിസൺ പോലും നമുക്ക് പറ്റില്ല എന്ന് പറയാം. രാഷ്ട്രീയ ജീവിതവും രാഷ്ട്രീയമായിട്ടുള്ള അറിവും കാര്യങ്ങളും ഇല്ല അത് നമ്മൾ പ്രവർത്തിയിൽ കണ്ടിട്ടില്ലല്ലോ. അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടത്തുന്നു, പ്രസംഗങ്ങൾ നടത്തുന്നു എന്നുള്ളതല്ലാതെ ഒരു ഹിസ്റ്ററി ഒന്നും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. വരട്ടെ, വന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ജയിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം, അല്ലെങ്കിൽ നമുക്ക് കണ്ടറിയാം എന്നുള്ളതേ ഉള്ളൂ. എത്ര പിന്തുണയുണ്ടെന്ന് നമുക്ക് വോട്ടെടുപ്പ് കഴിയുന്നതിന് ശേഷം അറിയാൻ സാധിക്കും. അതിപ്പോ നമ്മുടെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ആദ്യം ആൾക്കാരെല്ലാം പറഞ്ഞു കുറച്ചും കൂടെ പിന്നോട്ടാക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഒരു കഴിവുകൊണ്ടായിരിക്കും എത്ര 2 സ്ഥലത്ത് നിന്ന് ഒരേ സമയം ഒരു MP ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചില്ലറ കാര്യമല്ല. പാർട്ടി ബേസ് ഉള്ള ആൾക്കാർക്ക് പോലും ചിലപ്പോൾ അത് കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമുക്കത് നല്ലൊരു കാര്യമെന്ന് പറയാം. പക്ഷേ പ്രിയങ്കയ്ക്ക് അത്രയും ഒരു ആൾബലവും സപ്പോർട്ടും പിന്തുണ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്തുമാത്രം ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. കിട്ടിയ അതേ ഒരു പിന്തുണ പ്രിയങ്ക ഗാന്ധി കിട്ടുമോ? ഉറപ്പായും കിട്ടും. എന്തുകൊണ്ടാണ്? ഒരു കന്നി അംഗമാണ്. കന്നി അംഗത്തിൽ രാഹുൽ ഗാന്ധി ഒരുപാട് കഷ്ടപ്പെട്ട് ജനങ്ങളുടെ ഇടയിലൊക്കെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. ആ ഒരു ഇത് എങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുക എന്ന് ഇത്രയും ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്? പ്രിയങ്ക ഗാന്ധി ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരിയും നല്ല ഉഷാറാണ്, നല്ല ആള്. പുള്ളിക്കാരുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ ധാരാളം ആളുകൾ തടിച്ചു കൂടാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് നല്ലൊരു ഭാവിയുണ്ട്, നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ടും രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ അത്രയും ജനപിന്തുണ കിട്ടുമെന്നാണ് പറയുന്നത്. അതിനേക്കാളും കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റൊരു ഇന്ദിരാഗാന്ധിയായിട്ട് നമുക്ക് പ്രിയങ്ക ഗാന്ധിയെ പ്രതീക്ഷിക്കാം. ഉറപ്പായും പ്രതീക്ഷിക്കാം. എന്തായാലും ഈ വാക്കാൽ മാത്രമല്ല, ആ പ്രവൃത്തിയിലും കൂടി വേണ്ടേ? ആ ഒരു ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഒരു കന്നി അംഗം കുറിക്കുകയാണ്. അപ്പോൾ എത്രയധികം ജനപിന്തുണ കിട്ടുമെന്ന് നമുക്കത് കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ അവരുടെ പ്രസംഗങ്ങളും അവരുടെ എല്ലാ കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ അവരുടെ പ്രസംഗത്തിലൂടെ നിലപാടുകളൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടല്ലോ. ആ ഒരു സാഹചര്യത്തിൽ നല്ലൊരു നേതാവായിട്ട് തന്നെ വരും. അപ്പോൾ എന്തായാലും വയനാട്ടിലെ രാഹുൽ ഗാന്ധിയെക്കാളും ജനപിന്തുണ ലഭിക്കും പ്രിയങ്ക ഗാന്ധിക്ക് എന്നാണ് വിശ്വാസവും പ്രതീക്ഷയും. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം, വയനാടുകാർ രാഹുലിനെ സ്വീകരിച്ചതുപോലെ പ്രിയങ്കയെ സ്വീകരിക്കുമോ എന്ന് നോക്കാം. ചേട്ടാ, വയനാട് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ അതേ പിന്തുണ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അതിൽ കൂടുതൽ കിട്ടും. എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധിയുടെ അത്രയും ഒരു പാർട്ടി പരിചയം പ്രിയങ്ക ഗാന്ധിക്ക് ഇല്ലെന്നാണല്ലോ പൊതുവെ കോൺഗ്രസിനെയാണ്. അവിടെ പാർട്ടി നേതാക്കളെയല്ല, ആ ഒരു പാർട്ടിയുടെ പശ്ചാത്തലമാണ് നോക്കുന്നത്, വ്യക്തികളെ നോക്കിയിട്ടുള്ള ഒരു വോട്ടിന്റെ അടിസ്ഥാനമല്ല. അപ്പൊ പ്രിയങ്ക ഗാന്ധി നിന്നാലും അവിടെ കരുത്തോടെ ജയിച്ചു വരും. അതാണ് സാധ്യത. പ്രിയങ്ക ഗാന്ധി കരുത്തുറ്റ ഒരു വനിതാ നേതാവായി മാറുമോ പിൽക്കാലത്ത്? ഇനി വരുന്ന കാലത്ത് ഒരു ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു എത്തും പ്രതീക്ഷിക്കുന്നു. അത്രേ 100%? ശരി, 100% പ്രതീക്ഷിക്കുന്നു. ചേട്ടാ, വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ അതേ ഒരു ജനപിന്തുണ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമോ? തീർച്ചയായിട്ടും കിട്ടും. എന്തുകൊണ്ടാണ് കിട്ടുമെന്ന് പറഞ്ഞത്? ഒരു കന്നി അംഗമാണ് അവിടെ വയനാട്ടിൽ, കന്നി രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കന്നി അംഗത്തിനാണ് രാഹുൽ ഗാന്ധി അറിയുന്നിടത്തോളം പ്രിയങ്ക ഗാന്ധിക്കും അതേപോലുള്ള ഭൂരിപക്ഷം കിട്ടാനാണ് സാധ്യത. അത് ആ ഒരു കുടുംബ പശ്ചാത്തലം വെച്ചുകൊണ്ടാണോ ജനങ്ങൾ ആ ഒരു വോട്ടിംഗ് രീതി കണക്കാക്കുന്നത്? ആണ്. അപ്പൊ അത് യു ഡി എഫിലെ ഏത് നേതാക്കൾ നിന്നാലും അവിടെ ജയിക്കും അങ്ങനെയുള്ള ഒരു അഭിപ്രായമാണ്. രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൂടുതലാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ പോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടാൻ സാധ്യത. പ്രിയങ്ക ഗാന്ധി വളർന്നു വരുന്ന ഒരു ഇന്ദിരാഗാന്ധിയാണെന്ന് പറയാൻ പറ്റുമോ? ഇന്ദിരാഗാന്ധിയുടെ അത്ര ആവത്തില്ല, പറ്റത്തില്ല. എന്നാലും സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധിക്ക് എന്തായാലും നല്ല പിന്തുണ കിട്ടും, ജനങ്ങളുടെ പിന്തുണ കിട്ടും. ഈ റീഇലക്ഷനിൽ അത്രയധികം പിന്തുണയും ലഭിക്കുമെന്നാണ് ചേട്ടന്റെ അഭിപ്രായം? തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് കണ്ടു തന്നെ രാഹുലിന്റെ അത്രയും വോട്ടിംഗ് കിട്ടാൻ സാധ്യത കുറവാണ്. അതെ, അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ അദ്ദേഹം ഒരുപാട് നമ്മുടെ ഭാരത് ജോഡോ യാത്രയൊക്കെ നയിച്ച ഒരു വ്യക്തിയല്ലേ. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും അത്രയും ഭൂരിപക്ഷം എന്തായാലും കിട്ടില്ല, എങ്കിലും ആ ഒരു കുടുംബത്തിൽ നിന്ന് എന്നുള്ള ഒരു പരിഗണന വെച്ചിട്ട് പ്രിയങ്ക ഗാന്ധിക്കും ആ ഒരു വോട്ടിംഗ് കിട്ടും. രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ അതേ ജനപിന്തുണ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമോ? 100%. അതിനേക്കാളും കൂടുതൽ കിട്ടും. എൻ്റെ സൈഡിൽ നിന്ന് പൂർണ്ണ പിന്തുണ ഉണ്ടാവും. നമ്മൾക്ക് പ്രൈസ് ചെയ്യാം, അത്രേ പറ്റുള്ളൂ.
ആ ഒരു രാഷ്ട്രീയ ഒരു പശ്ചാത്തലവും ജനങ്ങളോടുള്ള ഒരു അടുപ്പവും രാഹുൽ ഗാന്ധിയുടെ അത്രയും പ്രിയങ്ക ഗാന്ധിക്ക് ഇല്ല. എന്നിരുന്നാലും ആ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണെങ്കിലും ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരും അതിൽ കൂടുതൽ കൊടുക്കും. വളർന്നു വരുന്നൊരു ഇന്ദിരാഗാന്ധിയായി മാറുമോ പ്രിയങ്ക ഗാന്ധി? നമുക്ക് പ്രതീക്ഷിക്കാം. ചേട്ടാ, വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത അതേ പിന്തുണ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുക്കുമോ? അല്ല, അത് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ രാഷ്ട്രീയ ചുറ്റുപാടുകളെല്ലാം പ്രത്യേകിച്ച് മാറി മറിഞ്ഞ് വന്നിരിക്കുന്നതാണ്. കാരണം നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ജനങ്ങളുടെ മനസ്സ് ശരിക്കും രാഷ്ട്രീയത്തിന് സപ്പോർട്ടാണോ എതിരാണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വവും അതിൻ്റെ രീതിയുമൊക്കെ. കാരണം നമുക്ക് ഒന്നിലും നിലയുറപ്പിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം നിൽക്കുന്നത്. ആ ഒരു പാർട്ടി പശ്ചാത്തലം വെച്ചും കുടുംബ പശ്ചാത്തലം വെച്ചും ജനങ്ങൾ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് കൊടുക്കുമെന്ന് ഒരു ഏകദേശ ധാരണയുണ്ട്. അത് വെക്കും. ഈ കുടുംബ പശ്ചാത്തലം വെച്ച് നമ്മൾ രാഷ്ട്രീയ ഇതുവരെ വോട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? ജനങ്ങളെ ആര് സേവിക്കുന്നോ അവർക്ക് വോട്ട് കൊടുക്കുക, ജനങ്ങളെ സേവിക്കുന്നവർക്ക് ജനങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കും. അതാണ് നിലപാട്. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. വയനാട്ടിലെ ജനങ്ങൾ അങ്ങനെ ആയിരിക്കുമല്ലേ കരുതുന്നത്? വയനാട്ടിലെ ജനങ്ങൾ അങ്ങനെ കരുതുന്നോ ഇല്ല എന്നുള്ളതല്ല. വയനാട്ടിലെ ജനങ്ങൾക്ക് ഇവരിൽ നിന്ന് എന്തെങ്കിലും നല്ല പ്രവർത്തനമാണ് കിട്ടുന്നതെങ്കിൽ അവരെ അനുകൂലിക്കും, ഇല്ലെങ്കിൽ അവർ പ്രതികൂലിക്കും. അപ്പോൾ ഒരു കന്നി അംഗത്തിന് കുറിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. അപ്പം രാഹുൽ ഗാന്ധി ആണെങ്കിൽ തുടർച്ചയായിട്ട് നിന്ന് ജയിച്ച വ്യക്തിയുമാണ്. അപ്പം അങ്ങനെയെങ്കിൽ ആ ഒരു സ്ഥാനത്ത് ആ ഒരു പ്രിയങ്ക ഗാന്ധി വരുമ്പോഴത്തേക്കും മുൻപുള്ള ഒരു ജനങ്ങളെ അറിഞ്ഞിട്ടുള്ള ഒരു അറിവും ഇല്ല, ഒരു ഭരിച്ചിട്ടുള്ള ഒരു അറിവുമില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും അവിടുത്തെ ഒരു പൊതുവേ ഉള്ള നമ്മുടെ ഒരു സാധാരണക്കാരൻ പരിചയസമ്പന്നത ഇല്ല എന്ന് പറയുന്നത് ഒരു വലിയ കുറവാണ്. അപ്പോൾ ആ പരിചയസമ്പന്നത എന്താണോ ആ പരിചയസമ്പന്നത ഉള്ളവർക്ക് വോട്ട് കൊടുക്കുക, അവർ നന്നായിട്ട് ജനങ്ങളെ ഭരിക്കുക. അത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കണ്ടു തന്നെ അറിയാമല്ലേ രാഹുലിന് കൊടുത്ത അതേ പിന്തുണ കൊടുക്കുവോ ഇല്ലയോ? ഭാവിയിൽ ഒരു ഇന്ദിരാഗാന്ധിയായി മാറാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കുമോ? ഇന്ദിരാഗാന്ധിക്ക് മാത്രമേ പറ്റുള്ളൂ. ആ ഒരു ലെവലിൽ എത്താൻ വേണ്ടി പ്രിയങ്ക ഗാന്ധിക്ക് എന്താണ് പൊതുവേ ഉള്ള ഒരു അവലോകനം ചേട്ടൻ്റെ? അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രിയങ്ക ഗാന്ധി നമുക്ക് വേണ്ടി ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് നേരത്തെ മുൻകൂട്ടി ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം പ്രിയങ്ക ഗാന്ധി എന്ത് ചെയ്യുന്നുവോ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് എന്തെങ്കിലും രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജനങ്ങളെ എങ്ങനെ നോക്കി കാണുന്നു, ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നിട്ട് ചെയ്യണം. കാരണം വരുന്ന മാറി വരുന്ന രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും ഒക്കെ ജനങ്ങളോട് എന്താ ചെയ്യുന്നത്? നമുക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ വേറൊരു ഗുണവും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് നല്ലത് ചെയ്യുന്നു അതിനനുസരിച്ച് അവരുടെ പ്രോഫിറ്റ് ഉണ്ടാകും, പ്രോഗ്രസ് ഉണ്ടാകും. ഭൂരിപക്ഷം കൊടുത്ത് ജയിപ്പിച്ചാലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണോ എന്നാണ് നമുക്ക് കാണേണ്ടതും അറിയേണ്ടതും. അത്രേ ഉള്ളൂ. Okay, കാത്തിരുന്ന് കാണാം. രാഹുൽ ഗാന്ധി is the first candidate of Wayanad. Now the next candidate is Priyanka Gandhi. This is not fair because the people voted for Rahul Gandhi and now Priyanka Gandhi is doing re-election, and the Congress party here is very underestimating people of Wayanad and the Kerala, and they should know about the problems of Kerala and come here and live here, not in Delhi, and doing things for Delhi and not for Kerala. Who is the best candidate, Priyanka Gandhi or Rahul Gandhi? And both of them are very bad candidates. Very bad? Yeah. Okay. How about Indira Gandhi? Indira Gandhi, I think, is a good candidate, but she died. Okay. Priyanka Gandhi is also giving better chance, better like Indira Gandhi. You know, what is your opinion about Priyanka that? Gandhi is doing politics of UP and Delhi, so she is not suitable here. Suitable, okay. That's your opinion, She is doing politics of family, and she is not for the people, sir. Yeah. ചേട്ടാ, വയനാട് രാഹുൽ ഗാന്ധിക്ക് പകരം ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ അതേ ഒരു പിന്തുണ, ജനപിന്തുണ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമോ? ഇല്ല, ചാൻസ് കുറവാണ്. എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് ചാൻസ് കുറവാണ്? അവർ ഇവിടുത്തുകാരല്ലോ, അവര് നോർത്ത് ഇന്ത്യൻസ് ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി ജയിച്ചിട്ട് എന്തായി? ജയിച്ചിട്ട് പുള്ളി അവിടെ കഴിഞ്ഞ് പുള്ളിയുടെ പാട്ടിന് പോയി. നമ്മുടെ ഇവിടെ വേറെ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, അവർക്കൊന്നും ചെയ്തില്ല. ഇയാൾ നിന്നിട്ട് ഇയാൾ പോയി. ഇവിടെ നിന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അത് ഉണ്ട്. അപ്പോൾ ആ ഒരു പിന്തുണ തന്നെ ആ പ്രിയങ്ക ഗാന്ധിക്കും ലഭിക്കുമോ? ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഇല്ല, ഇല്ല. അത് ഈ മോദിനെ താഴെ ഇറക്കാൻ വേണ്ടി ആയിരുന്നല്ലോ ഈ കോൺഗ്രസ്, അത് ഇന്ത്യ മുന്നണി വരാൻ വേണ്ടിയാണ്
കൂടുതലും അങ്ങനെ ചെയ്തത്. വരാൻ ചാൻസ് വോട്ട് കുറവായിരിക്കും. വോട്ട് കുറവായിരിക്കും. എന്നാലും വിജയ സാധ്യത ഉണ്ടോ? വിജയസാധ്യത വിജയസാധ്യത ഉണ്ടാവും, വോട്ട് കുറവായിരിക്കും. ആ ഒരു പാർട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ വിജയിക്കാൻ സാധ്യത തുടരെ ജയിക്കുന്നത്, വിജയിച്ച് മുന്നേറും. കോൺഗ്രസിന്റെ തട്ടമായതുകൊണ്ട് ചാൻസ് കൂടുതലാണ്. പിന്നെ ശതമാനം വോട്ടിംഗ് കുറവ് വരും. രാഹുൽ ഗാന്ധി അത്രയും വരത്തില്ല, കുറവ് വരും. എന്നാൽ പ്രിയങ്ക ഗാന്ധി വളർന്നു വരുന്ന ഒരു ഇന്ദിരാഗാന്ധി നേതാവായിട്ട് നമുക്ക് കണക്കാക്കാൻ ഇല്ല, നമുക്കറിയത്തില്ല. പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയത്തില്ല. ഇല്ല, രാഹുൽ ഗാന്ധി പിന്നെ അറിയാം, പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് എനിക്ക് വലിയ അറിയില്ല. എന്തായാലും നമുക്ക് വയനാട്ടുകാരുടെ ആ ഒരു പിന്തുണ ലഭിക്കോ ഇല്ലയോ എന്നുള്ളത് വോട്ടെടുപ്പിന് ശേഷം മാത്രമേ ഇല്ല നമുക്കറിയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും കാത്തിരുന്ന് കാണാമല്ലേ. CPM ജയിക്കും, അത്രേ ഉള്ളൂ. CPM ജയിക്കുമെന്ന് പറയുന്നത് ആനി രാജ മത്സരിക്കില്ല, പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന സാഹചര്യത്തിൽ ആനി രാജ വീണ്ടും അവിടെ മത്സരിക്കില്ല എന്നാണ് പൊതുവെ ഒരു അറിവ് കിട്ടിയത്. എനിക്കറിയില്ല, അതിനെ കുറിച്ച് ആരാ നിൽക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് വയനാട്ടിൽ CPM ജയിക്കണം എന്നാ പറഞ്ഞത്? ജയിക്കണം എന്നാണ്. അവിടെ UDF ആയിരിക്കും കൂടുതൽ. UDFന്റെ തട്ടമാണ്, ചാൻസ് കൂടുതൽ UDF-നായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് പേഴ്സണൽ ഒപ്പീനിയൻ ചേട്ടന് അവിടെ കമ്മ്യൂണിസ്റ്റ് ജയിക്കണമെന്നാണ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിസ്റ്റിന് എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഇലക്ഷനിൽ, ലോക്സഭാ ഇലക്ഷനിൽ ഇത്രയധികം വോട്ട് കുറയാൻ കാരണം? അത് ഒരു സർക്കാരിൻ്റെ പൊതുവേ ഉള്ള ഒരു നയങ്ങളും കാര്യങ്ങളൊക്കെയാണ് പൊതുവേ കുറച്ച് റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം തന്നെയാണോ ജനങ്ങളിലൂടെ? പൊതുവെ ഒരു പെൻഷൻ്റെ ഒക്കെ കുറവും കറക്റ്റ് സമയത്ത് എത്തിക്കാത്തതും അങ്ങനെ കുറച്ച് ഇതുണ്ട്. അതുകൊണ്ടായിരിക്കും. അതുപോലെ 2 വട്ടം അടുപ്പിച്ച് ഭരിച്ചതുകൊണ്ട് ഒരു കേരളത്തിൽ അങ്ങനെ വരാൻ പാടില്ല. UDF ജയിക്കുക, LDF ജയിക്കുക, അങ്ങനെ മാറി മാറി ഭരിക്കുന്നതാണ് നല്ലത്. കേരളത്തിൽ നിന്നല്ല, കേന്ദ്രത്തിലാണെങ്കിലും അങ്ങനെ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ 2 വട്ടം തുടർച്ചയായിട്ട് വന്നപ്പോൾ ഒരു എതിർപ്പുകളുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റിന്റെ ഒരു പടിയിറക്കമായിരിക്കുമല്ലോ. അത് വേണം. അത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരാണ്, എന്നാലും അത് വേണം. മാറി മാറി വരണം, എന്നാലേ ശരിയാകത്തുള്ളൂ. അല്ലെങ്കിൽ ഭരിക്കുന്നവർ മാറണം. ഇപ്പം മുഖ്യമന്ത്രി ആണെങ്കിലും മാറി മാറി വരണം. ഒരു വട്ടം ഒരാൾ അടുത്ത സാഹചര്യത്തിൽ ഇവിടെ UDF-ഉം LDF-ഉം എല്ലാം തുടരെ ഭരിക്കുന്നത്. BJP-ക്ക് ഒരു പുതിയ സ്ഥാനം കൊടുക്കുക എന്നുള്ള അതിനെക്കുറിച്ച് എന്താണ് ഒരു വിലയിരുത്തൽ? BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ മതനിരപേക്ഷത അല്ലാത്തതുകൊണ്ട് അവർക്ക് വരാതിരിക്കുന്നതാണ് നല്ലത്. പുതിയ ഭരണം എങ്ങനെയായിരിക്കുമെന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഒരു ആവശ്യമല്ലേ? UDF ഇത്രയും നാൾ UDF LDF മരിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ വേറെ വർഗീയം അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരുന്നതാണ്. ഇനിയും അത് തന്നെ അടുപ്പിച്ച് വരാൻ പാടില്ലെന്ന് പറഞ്ഞു. തുടർച്ചയായിട്ട് അവർ വരണം. ഇപ്പോൾ UDF ആണെങ്കിലും LDF ആണെങ്കിലും തുടർച്ചയായിട്ട് വരാൻ പാടില്ല. ഒരു മാറ്റത്തിന് ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഈ വർഷം അക്കൗണ്ട് തുറന്നു, BJP അക്കൗണ്ട് തുറന്നത്? അല്ല, അത് BJPയുടെ അല്ല. സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന വ്യക്തിക്കുള്ള വോട്ടാണ്. വ്യക്തിക്കുള്ള വോട്ടാണ് തീർച്ചയായും. പിന്നെ പാർട്ടി വോട്ടുണ്ടാവും, BJPക്ക് അവിടെ ഉണ്ട്, BJP വോട്ടുണ്ട്, ആ വോട്ടുണ്ടാവും. അല്ലാതെ പിന്നെ BJP സുരേഷ് ഗോപി എന്ന വ്യക്തിക്കുള്ള വോട്ടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വേറൊരു വ്യക്തിയാണ് BJPക്ക് വേണ്ടി സുനിൽകുമാർ ജയിച്ചത്. അപ്പോൾ തുടർച്ചയായി അദ്ദേഹം മുൻപ് നിന്നിട്ട് ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു പരാജയമാണല്ലോ നേരിട്ടത് സുനിൽകുമാർ. സുരേഷ് ഗോപി അതാ ഇപ്പോൾ കണ്ടിന്യൂസ് 2-3 വട്ടം ഭരിച്ചു വരുമ്പം, ഇലക്ഷനിൽ നിന്നിട്ട് തോറ്റ് വരുമ്പം അത് മാത്രമല്ല, സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിക്ക് വേണ്ടി ചെയ്തതാണ് പുള്ളി. അതുകൊണ്ടൊക്കെയാണ് ഇപ്പം എല്ലാ ജാതിക്കാരടുത്തും, ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ ജയിച്ചത്, അയാളെന്ന വ്യക്തി. പക്ഷേ ഇനിയിപ്പോൾ എന്താവും എന്നറിയില്ല. അയാളുടെ പാർട്ടി വെച്ച് നോക്കുമ്പോൾ എന്താവും എന്നറിയില്ല. അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കുമോ മുന്നോട്ടുള്ള വികസനങ്ങളും കാര്യങ്ങളും? ഒരിക്കലും പറ്റത്തില്ല. അതെ, സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം MP ആണെങ്കിലും BJPയുടെ MP ആണ്. അതുകൊണ്ട് പിന്നെ പുള്ളി നല്ലൊരു ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വയനാട്ടിലെ ജനങ്ങൾ പ്രിയങ്ക ഗാന്ധിക്കൊപ്പമോ എന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നത് വരെ ക്യാമറാമാൻ രാജേഷ് കാട്ടാക്കടയ്ക്കൊപ്പം അനുജ പ്രകാശ്.